രണ്ടു കൂട്ടരും രംഗത്തു വന്നു. ഇസ്ലാഹി പ്രസ്ഥാനം തകർന്നുവെന്ന് പറഞ്ഞു. എന്നിട്ട് തകർന്നോ? തകർന്നിട്ടില്ല. ഇതങ്ങനെ തകരുന്ന ഒരാദർശമല്ല. ഇത് ഒരാദർശത്തിന്റെ പേരിൽ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ്. കേവലമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു സംഘടനയല്ല ഇത്. ഇതൊരാദർശ കൂട്ടായ്മയാണ്. മെമ്പർഷിപ്പ് ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, സംഘടനാ ചട്ടവട്ടങ്ങൾക്കല്ല ഞങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഞങ്ങൾ ആദർശത്തിനാണ്. ആദർശം പ്രബോധനം ചെയ്യാൻ വേണ്ടി താൽക്കാലികമായി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് സംഘടന എന്ന് മുജാഹിദുകൾക്കറിയാം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മുജാഹിദുകൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോഴത്തെ ഈ ചെറിയ ഭിന്നിപ്പ് മുതലെടുക്കാമെന്ന് ഒരൊറ്റ ഖുറാഫിയും കിനാവ് കാണേണ്ടതില്ല എന്ന് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചർച്ചകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്നുകൂടി ക്ഷണിക്കുകയാണ്. നേരത്തെ പറഞ്ഞല്ലോ, സംഘടനാപരമായ ഒരു അച്ചടക്കമുള്ള പ്രവർത്തകൻ എന്ന നിലക്ക് എന്നെ പുറത്താക്കിയപ്പോ ഞാൻ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു. എക്സിക്യൂട്ടീവ് നടക്കുന്നു എന്നറിഞ്ഞപ്പോ ഞാൻ കത്തുകൊണ്ടുപോയി കൊടുത്തു. ഇവിടെ 23 നടപടിക്രമങ്ങൾ വായിക്കുന്നുണ്ട്. 6 കൊല്ലമായി എന്നെ തിരുത്താനുള്ള ഇടപെടലുകളായിരുന്നു അത്രേ അത്. ഈ 23 നടപടിക്രമം 23 ആളുകൾ കേട്ടിട്ടുള്ളൂ. ഞാൻ എക്സിക്യൂട്ടീവിന് കൊടുത്ത കത്തിലും കൗൺസിലിന് കൊടുത്ത കത്തിലും എനിക്ക് പറയാനുള്ള 30-ലധികം കാര്യങ്ങളുണ്ട്. പക്ഷെ എക്സിക്യൂട്ടീവിൽ വായിച്ചില്ല, കൗൺസിലിൽ വായിച്ചില്ല. നിങ്ങൾക്കൂടെ പുറത്ത് വാങ്ങാൻ കിട്ടും 5 രൂപയുടെ ഒരു പുസ്തകം. സലഫി പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്റെ 2 കത്തുകളും എനിക്ക് ഒപ്പിടാൻ വേണ്ടി തന്ന നിബന്ധനകളുമാണ് ആ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇപ്പോഴത്തെ വിവാദ വിഷയങ്ങളെ സംബന്ധിച്ച് ഇസ്ലാഹ് മാസികയിൽ 6-7 മാസമായി വന്ന അഭിമുഖം ഇവിടെ പുസ്തകമാക്കിയിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവും പുതിയ വിവാദങ്ങളും എന്ന പേരിൽ ഈ പുസ്തകവും നിങ്ങൾ വാങ്ങണം, വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ചില ആളുകളൊക്കെ ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. എന്തുകൊണ്ട് എക്സിക്യൂട്ടീവിൽ ആരും പ്രതികരിച്ചില്ല നിങ്ങളെ പുറത്താക്കുമ്പോ? എന്തുകൊണ്ട് കൗൺസിൽ മുഴുവൻ നിങ്ങളെ പുറത്താക്കിയ നടപടിയെ തലകുലുക്കി സമ്മതിച്ചു കൊടുത്തു? അതിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കണം. ആഗസ്റ്റ് 22-നാണ് എന്നെ പുറത്താക്കിക്കൊണ്ട് എക്സിക്യൂട്ടീവ് തീരുമാനമെടുത്തത്. അന്ന് ഞാൻ രാവിലെ ടി.പിയുടെ വീട്ടിൽ പോയി കത്ത് കൊടുത്തതാ. ആ കത്തവിടെ വായിച്ചില്ല. നേരത്തെ തയ്യാറാക്കിയതനുസരിച്ച് എന്നെ പുറത്താക്കിയ നടപടിയുമായി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് ആഗസ്റ്റ് 22 കഴിഞ്ഞ് സെപ്റ്റംബർ 2-ന് കൗൺസിൽ വെച്ചു. എന്നാൽ പുറത്താക്കിയാൽ ആ വിവരം ആദ്യം എന്നെയല്ല അറിയിക്കേണ്ടത്. എന്നെ അറിയിച്ചില്ല. കാരണം ഔദ്യോഗികമായി എന്നെ അറിയിച്ചാൽ ഞാൻ കൗൺസിലിൽ അപ്പീലിന് പോകും. ഭരണഘടന അനുസരിച്ച് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ അപ്പീലിൽ പോകാം. അത് പോകാതിരിക്കാൻ വേണ്ടി എന്നെ അറിയിച്ചില്ല. എന്നിട്ട് 3 മുഖാമുഖങ്ങൾ നടത്തി. 29-ാം തീയതി കൊടുവള്ളി മണ്ണിൽ കടവിൽ, പിറ്റേന്ന് 30-ാം തീയതി രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി ഇടവണ്ണ ജാമ്യയിൽ, 1-ാം തീയതി തൃശ്ശൂരിലെ ബുസ്താനിൽ. ഈ 3 മുഖാമുഖങ്ങളും ബൈലക്സിൽ ലൈവ് കൊടുത്തുകൊണ്ട് നടത്തിയതെന്താ? പതിച്ച ശിർക്കാരോപണം. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയി എന്ന് പരസ്യമായി പ്രസംഗിച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയും ഈ 3 സംഘം അവിടെ നടത്തിയ പരിപാടി. ഈ 3 മുഖാമുഖം കഴിഞ്ഞിട്ടാണ് കൗൺസിൽ ചേരുന്നത്. അപ്പൊ 3 മുഖാമുഖങ്ങളിലൂടെ എല്ലാ കൗൺസിലർമാരെയും വിഷയം പഠിപ്പിച്ചു. സക്കരിയ സലാഹി ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ആയത്ത് ഇങ്ങനെ ഓതുക, ഹദീസ് ഇങ്ങനെ വായിക്കുക. അങ്ങനെ കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് 2-ാം തീയതി കൗൺസിൽ വെക്കുന്നത്. പിന്നെ എങ്ങനെ പ്രതികരിക്കും ആളുകള്? അയാള് ശിർക്കിലേക്ക് പോയത് തന്നെ കേട്ടോ. കാരണം എന്റെ ഭാഗം കേട്ടിട്ടില്ല, ഞാൻ കൊടുത്ത കത്തവിടെ വായിച്ചിട്ടില്ല. 1 മണിക്കൂർ എനിക്കതിലെ കുറ്റപത്രം വായിച്ചപ്പോ 10-15 മിനിറ്റ് മതി ഞാൻ കൊടുത്ത 10 പേജ് കത്ത് വായിക്കാൻ. കാരണം എന്താണെന്നറിയ, ഇത് വായിക്കാതിരിക്കാൻ? എന്റെ കത്തിൽ ഈ സംഘടനയിലെ പ്രശ്നങ്ങളുടെ മുഖ്യപ്രതി അബ്ദുറഹ്മാൻ സലഫിയാണെന്ന് ഞാൻ തെളിവ് സഹിതം പറഞ്ഞിട്ടുണ്ട്. കൗൺസിൽ CD പുറത്തു പോയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. KKP എന്ന ചാരനെ സംരക്ഷിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CD ടവറിൽ കഴിഞ്ഞ 2003 ജൂണിൽ നടന്ന ഗ്രൂപ്പ് മീറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എന്നിട്ട് എന്റെ പുസ്തകം ഉയർത്തിപ്പിടിച്ച് അബ്ദുറഹ്മാൻ സലഫി പറയാണ്, ഫബിയ്യ അലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്നതുപോലെ എന്റെ പേരിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ട് മറുപടിയാവോ? ഞാൻ പറഞ്ഞത് ആളുകൾ അറിയുമെന്ന് വിചാരിച്ചാണ് അത് അവിടെ വായിക്കാതിരുന്നത്. അപ്പൊ കൗൺസിലർമാരെ തെറ്റിദ്ധരിപ്പിച്ചു. സംഘടനാ സംവിധാനം ഉപയോഗിച്ച് 3 മുഖാമുഖം നടത്തി. എന്നിട്ടാ കൗൺസിൽ വിളിക്കുന്നത്. പിന്നെ മാത്രല്ല, വിഭാഗീയ പ്രവർത്തനങ്ങളിലൂടെ താഴെ തലം മുതൽ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കൗൺസിലാ. അപ്പൊ പ്രതികരിക്കൂല. ഗ്രൂപ്പിന്റെ ആനുകൂല്യത്തിൽ കിട്ടിയ കൗൺസിൽ സ്ഥാനമാണ് മിക്ക ആളുകൾക്കും. പിന്നെ കുറെ ആളൊക്കെ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട, APയും DPയും ഒക്കെ ഉള്ള ഈ സദസ്സിൽ ഞാനൊരു ബഹളം ഉണ്ടാക്കണ്ട എന്ന നിലക്ക് പ്രതികരിക്കാതിരുന്നു. പിന്നെ ചില ആളൊക്കെ പ്രതികരിച്ചിട്ട് കാര്യമല്ല. കാരണം അവിടെ എനിക്കെതിരെ കുറ്റപത്രം വായിച്ചപ്പോ ചില ആളുകൾ എണീറ്റുന്നപ്പോ അതിന് കിട്ടിയ മറുപടി അങ്ങനെ ഇരിക്കട അവിടെയാണ് സദസ്സിലുള്ളവർ ഇടപെടുക. ഇടക്ക് പ്രസിഡന്റ് കയറിയിട്ട് പറയാണ്, നിങ്ങൾ ആരും സംസാരിക്കരുത്, ചില ആളുകൾ ഇത് കലക്കാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്.
സാധാരണ നമ്മളെ യോഗങ്ങളിലൊക്കെ ആലോചനാ സഭ എന്നാണ് കൗൺസിലിന് പറയാ, ചർച്ച ഉണ്ടാകും. ഇത്രയും വിവാദമായ വിഷയത്തിൽ ചർച്ച എന്നൊരു അജണ്ട തന്നെയല്ല. ഇതിനെപ്പറ്റി ഒരു ചർച്ചയും പെടില്ല. നിങ്ങൾക്ക് അയക്കാൻ പോണ സർക്കുലറോട് വായിക്കാണ്. ഇന്ന് സർക്കുലർ വായിച്ചു. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആലോചനാ സഭയിൽ ചർച്ചല്ല എന്ന് പറയാ, എന്നിട്ട് പ്രഖ്യാപനം നടത്തിയിട്ട് ഒരു തക്ബീർ സാധാരണ ഇടക്കൊക്കെ ഉണ്ടാകില്ല. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞാൽ APN TPN പ്രസിഡന്റ് സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ടു, അല്ലാഹു അക്ബർ കഴിഞ്ഞു. ഇതങ്ങനെ ഇടക്കിടക്കിടക്ക് തക്ബീർ തൊഴിലാളികൾ അത് ആരോ ഏൽപ്പിച്ചതുപോലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് സുഹൃത്തുക്കളെ കൗൺസിലിൽ ആരും എതിർത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രതികരിക്കാൻ കഴിയാത്തൊരു കൗൺസിലാക്കി മാറ്റി. എന്നെ കുറിച്ച് 3 മുഖാമുഖം നടത്തി, 29, 30, 1, എന്നിട്ട് 2ാം തീയതി കൗൺസിൽ. കണ്ടോ ഇതൊക്കെ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 2ാം തീയതി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കത്തുകൊണ്ടേ കൊടുത്ത് അതും വായിച്ചില്ല. ആ 2ാം തീയതി കഴിഞ്ഞിട്ട് എന്നെ അറിയിച്ചില്ല. 5ാം തീയതി എനിക്ക് കത്തയക്കുന്നത്, 7ാം തീയതി എനിക്ക് കത്ത് കിട്ടുന്നത്. സർവം കുതന്ത്രം. കുറ്റപത്രത്തിൽ കുതന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ, കുറ്റം എന്താന്ന് മാത്രമേ ഇല്ല. കുറ്റപത്രം ആദ്യം കൊടുക്കേണ്ടതായിരിക്കും പ്രതിക്കല്ലേ. എനിക്കിതുവരെ കുറ്റപത്രം കിട്ടിയില്ല. ഇവിടെയൊക്കെ നോട്ടീസായി ഇറങ്ങിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ രൂപത്തിലുള്ളത്. കുറ്റപത്രം തയ്യാറാക്കി പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും സാധാരണ കോടതിയിൽ പോലും. എന്നാൽ 3 പ്രാവശ്യം ഞാൻ അവരെ കാൽക്കൽ ചെന്ന് ചർച്ചയ്ക്ക് എന്നെ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ടില്ല. എന്നിട്ട് ഈ കുറ്റം നീ ചെയ്തതാണോ നിന്നോട് ചോദിക്കണ്ടേ? ഏകപക്ഷീയമായ അന്വേഷണം നടത്തി ഏകപക്ഷീയമായി കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ആ 23 നിങ്ങൾക്ക് വായിച്ചു നോക്കിയറിയാം. ഞാനുമായി ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങളാ. അബ്ദുൽ ജബ്ബാർ മോഡി ലേഖനം എഴുതി ഇസ്ലാഹിൽ ഒരു കുറ്റം, അതിന്റെ കുറ്റ. കരുവമ്പൊയിൽ ലേഖനം എഴുതി 2010, അതെന്റെ കുറ്റ. കേരള ജമിയത്തുമ പ്രബന്ധം ക്ഷണിച്ചു, അതെന്റെ കുറ്റ. പ്രബന്ധം പരിശോധിച്ചിട്ട് KNM സർക്കുലർ ഇറക്കി, അതെന്റെ കുറ്റ. അതൊക്കെയാണ് ഈ 23. അപ്പൊ എന്താ സംഗതി എന്നറിയോ? ജിന്ന് ശൈത്താൻ വിഷയത്തിൽ KNM എടുത്തിട്ടുള്ള നടപടികളാണ് ഈ 23. അതിലിടയിൽ എന്റെ പേരുണ്ട്. ഈ ജിന്നിനോട് സഹായം ചോദിക്കാന്നുള്ള വിഷയം തന്നെ കുറ്റപത്രത്തിൽ വരുന്ന 2011. കാരണം 2011 ഇലക്ഷനോടനുബന്ധിച്ചാണ് സുഹൃത്തുക്കളെ ഇങ്ങനെയൊരു വിഷയം നമ്മുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഈ അബ്ദുറഹ്മാൻ സലഫി വലിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, പച്ചയായിട്ട് പറയാണ് നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ജിന്നുകളെ വിളിച്ച് തേടാം എന്ന് പറയുന്നു. ഒരു തെളിവിന്റെ കഷ്ണം ഇതുവരെയും ഹാജരാക്കാൻ സാധിച്ചോ? സാധിച്ചില്ല. നിങ്ങൾ കേട്ടോളൂ TP അബ്ദുൽ ഖോയം അതിന് പറയുന്നത്. മരിച്ചുപോയ മഹാനന്മാരായ ആ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് വിരുദ്ധമായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനെ മാത്രം സഹായം തേടുകയും ചെയ്യണം എന്നതിന്റെ പവിത്രമായ ആശയത്തിന് വിരുദ്ധമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുമില്ലാത്ത വിജനമായ സ്ഥലങ്ങളിൽ അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പകരം അവിടെ ഉണ്ട് എന്ന് ഉണ്ടോ ഇല്ലേ എന്നൊന്നും തിരിച്ചറിയാത്ത സങ്കല്പിച്ചുകൊണ്ട് ജിന്നിനോട് സഹായം തേടാൻ അത് അനുവദനീയമാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾ ചെലവഴിച്ച് അതിന് ന്യായീകരണങ്ങൾ കണ്ടെത്തി ഇതെല്ലാം പറയുന്നതോടൊപ്പം ഞങ്ങൾക്കങ്ങനെ വാദമില്ല, എനിക്ക് ആ വാദമില്ല, ആരാണിത് പറഞ്ഞത് എന്ന് ചോദിക്കുകയും വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയും. എന്താണ് ഇല്ലെന്ന് പറയാൻ 4 മണിക്കൂർ വേണമോ? എനിക്ക് ആ വിശ്വാസമില്ല. ജമിയത്തിന്റെയും നെതുവത്തുൽ മുജാഹിദിന്റെയും ആശയം തന്നെയാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടെ? അല്പകാലം ഒന്ന് വിശ്രമിച്ചുകൂടെ? എന്നോട് വിശ്രമിക്കാൻ പറയാണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട TP ഈ പ്രസ്ഥാനത്തിൽ ഐക്യമുണ്ടാക്കാനും പ്രസ്ഥാനത്തെ യോജിപ്പിച്ചു നിർത്താനും കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ കോക്കസിന്റെ കയ്യിലായിപ്പോയി. ഈ കോക്കസ് പറയുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് സാധാരണ ഒരു കുട്ടി പറയുന്നത് നിരുത്തരവാദപരമായി പറയാണ്. വിജനമായ സ്ഥലത്ത് വെച്ച് അള്ളാഹുവിനോട് സഹായം തേടുന്നതിന് പകരം ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്നു. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, നാളെ കടലുണ്ടി പോയിട്ട് മൗലവി നിങ്ങളാ പറഞ്ഞതിന് ഒരു തെളിവ് കാണിക്കാൻ പറ്റുമോ? നമ്മൾ ആരെങ്കിലും എഴുതിയതോ പ്രസംഗിച്ചതോ ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പിങ് കാണിക്കാൻ കഴിയുമോ? കഴിയില്ല. അദ്ദേഹത്തിന് പറയാണ് എന്ന് ആരാ പറഞ്ഞെന്ന് ചോദിക്കുന്നു. ന്യായമല്ലേ അത്? വമ്പിച്ചൊരു ശിർക്കാരോപണം നടത്തിയ ചോദിക്കൂലേ? എന്നിട്ട് 2 വിശദീകരണം കഴിഞ്ഞുള്ളൂ, മഞ്ചേരിയും കൊപ്രക്കളത്തും. അപ്പളാ മൂപ്പര് തലശ്ശേരി പോയിട്ട് പറഞ്ഞു ഇനിയൊന്ന് വിശ്രമിച്ചുകൂടെ. 1 കൊല്ലം ഞാൻ വിശ്രമത്തിലായിരുന്നു, എന്നെ വിശ്രമിപ്പിക്കായിരുന്നു. കേരള ജമിയത്തുലുലമയുടെ ബാനർ ഉപയോഗിച്ച് ഈ കുപ്രചരണം 1 കൊല്ലമായി ഇവർ നടത്തുന്നു. നമ്മളെയൊക്കെ വായ മൂടിക്കെട്ടി 1 സൈഡ് വിശദീകരണം. മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു. ഇനി അബ്ദുറഹ്മാൻ സലഫി അതേ യോഗത്തിൽ പറയുന്നത് കേട്ടോളൂ. ഇവിടെയുള്ള പ്രശ്നം സഹായം ചോദിക്കേണ്ടത് ആരോട് എന്നത് തന്നെ, അത് അല്ലാഹുവിനോടാണ് എന്നതിൽ മുജാഹിദുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശരി,
അതങ്ങനെ തന്നെ. എന്നാൽ മരുഭൂമിയിൽ വിജനമായ സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെട്ടാൽ അവിടെ വെച്ച് ആരോടാണ് സഹായം ചോദിക്കേണ്ടത്? അതാണ് ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഈ വിഷയകമായി എന്ത് പറഞ്ഞു എന്നതാണ് ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായിട്ടുള്ളത്. മറ്റു വ്യക്തികൾ എന്ത് പറഞ്ഞു, പണ്ഡിതന്മാരെന്ത് പറഞ്ഞു, ആളുകൾ എന്ത് പറഞ്ഞു എന്നത് മുജാഹിദുകൾക്ക് പ്രസക്തമല്ല. മുജാഹിദുകൾ പ്രമാണമാണ് അംഗീകരിക്കുന്നത്. അപ്പൊ ആകെ ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം സഹായം തേടൽ ആരോടാണ് എന്നതാണ്. അങ്ങനെ വല്ല പ്രശ്നം ഇവിടെ ഉണ്ടോ? ഇല്ലാത്തൊരു പ്രശ്നം, ഒരു പ്രശ്നം ഇല്ലാത്തൊരു പ്രശ്നം ഉണ്ടെന്ന് വരുത്തി തീർത്തിട്ട് അതിന് മറുപടി പറയാ. ആട്ടിനെ പട്ടിയാക്കുന്ന കുതന്ത്രമാ ചെയ്യുന്നത്. സഹായം തേടൽ ആരോടാ? അള്ളാഹിനോടാണ്. മുജാഹിദുൽ തർക്കല. എന്നാൽ വിജനമായ സ്ഥലത്ത് വെച്ചാലോ? ഇവിടെ എവിടെയാണ് വിജനസ്ഥലം? ഈ കമ്മിറ്റി വന്നതിന് ശേഷം ജനസ്ഥലത്തുള്ള ഒരു ദേവത്വമില്ല, വെറും വിജനസ്ഥലത്തെ ദേവത്ത് മാത്രമേ ഉള്ളൂ. വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ടാൽ ആരാ വിളിക്കേണ്ടത്? അത് വലിയ തർക്കാണ്. അപ്പൊ പ്രമാണങ്ങൾ പറയുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പ്രമാണങ്ങൾക്ക് പുറത്തു പോയിട്ട് അല്ലല്ലാത്തന്നെ വിളിക്കണമെന്ന് ഇവിടെ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് സാധാരണ മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കുക. കണ്ടോ, പുറത്തു പോകുന്നു നോങ്ങപ്പോ കുതന്ത്രങ്ങളിലൂടെ അകത്ത് നിന്നിട്ട് നമ്മളെ പുറത്താക്കാൻ വേണ്ടി ശിർക്കാരോപണം നടത്തുക. നോക്കണം നിങ്ങള്. ഇനി മൂപ്പര്, ഞാൻ പറഞ്ഞില്ലേ, കൗൺസിൽ നടക്കുന്നതിന് മുമ്പ് എക്സിക്യൂട്ടീവിൽ എന്നെ പുറത്താക്കി എനിക്ക് കത്തുപോലും തരാതെ എടവണ്ണ ജാമിഅയിൽ വെച്ച് 10 മണി മുതൽ രാത്രി 1 മണി വരെ നടത്തിയ മുഖാമുഖ നാടകം. ആ നാടകത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, വിജനമായ സ്ഥലത്ത് വെച്ച് ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം കാട്ടി നടക്കുകയാണ്. പറഞ്ഞത് കേട്ടോളി. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. കണ്ടോ, ഇതൊക്കെ കണ്ടിട്ടാ പായസനിമാര് ഞെട്ടിയത്. ഇതാ അപ്പൊ കിട്ടും, മുതലെടുക്കാൻ നല്ല ചാൻസ് ആണ്. ഇയാള് ചീർന്നത് കണ്ടിട്ടേ മരുഭൂമിയിൽ പോയിട്ട് ജിന്നിനോട് കള്ളാതീതും പിടിച്ച്. ഒരു സംസ്കാരം കണ്ടില്ല നിങ്ങള്? TP ഒരു സ്ഥലത്ത് ബസയിക്കാ തിരുവനന്തപുരത്ത് പോയിട്ട് പ്രസ്ഥാനത്തിലേക്ക് വന്ന ഭീകരനാകല്ല വേണ്ടത്, കുറച്ച് തെസ്കിയത്ത് വേണം. അത് ഇന്നെ ഉപദേശിക്കുക. ഇദ്ദേഹത്തെ ഒന്ന് ഉപദേശിച്ചൂടെ കൂടെ നടക്കുമ്പോ? നിങ്ങൾ കേട്ടില്ല എന്താപ്പാ പറഞ്ഞത്? മരുഭൂമി ചെന്നാ ജിന്നിനെ വിളിക്കാൻ വേണ്ടി കള്ള ഹദീസും പിടിച്ച് കള്ളാത്തരം കണി കൊണ്ടുപോടാ ഇങ്ങോട്ട്. ആരോട്? നട്ടപ്പാതിരാക്കി ജാമ്യന്റെ ക്യാമ്പസിൽ നലറുക, നിഴൽ യുദ്ധം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അയസനിമാര് വിചാരിക്കും, ഓ അതിപ്പ പിളരും, ഓ ഞമ്മക്ക് ഇപ്പൊ കിട്ടും, നിങ്ങളിങ്ങോട്ട് വരും, കാണിച്ചു തരാ. ഈ മൂവർ സംഘത്തിന്റെ കുപ്രചരണത്തെ, ഈ സോപ്പ് കുമിള ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പൊട്ടിക്കുക തന്നെ ചെയ്യും. ഇനി SLRC നേതാവ് ഡോക്ടർ ബഷീർ അബ്ദുറഹ്മാൻ സലഫിയുടെ വലങ്കൈ, കണ്ണൂരിലെ ഗ്രൂപ്പ് നേതാവ്, അയാൾ പറഞ്ഞിട്ടോളി. നമ്മുടെ നമസ്കാരത്തിൽ അല്ലാതെ ഇപ്പോൾ നമസ്കാരത്തിൽ 17 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞു. അവിടെ അള്ളാഹു ചേർത്തു, നിന്നെ മാത്രം ആരാധിക്കും, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. അവിടെ ഇന്നെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞ് അള്ളാഹു അവിടെ വെറുതെ നിന്നില്ല, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. ഈ സഹായതേട്ടം ഇന്ന് ഈ തൗഹീദി പ്രസ്ഥാനത്തെ അലങ്കോലപ്പെടുത്താൻ ആഗോളാടിസ്ഥാനത്തിൽ പല പദ്ധതികളും നടത്തി വരികയാണ്. ഇവിടെ കുബൂരിസവും മൗദൂസ്യവും സുരൂരിസമൊക്കെ ഈ തൗഹീദി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഒരു പുതിയ ഇസവും കൂടി ഈ തൗഹീദി പ്രസ്ഥാനം നശിപ്പിക്കാൻ വന്നത് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, സഹായം തേടാൻ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പറഞ്ഞവർ വീണ്ടും പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വാദിച്ചില്ല. ഇവിടെ നിങ്ങൾ ഈ പരിപാടി കഴിയുന്നവരെ ശ്രദ്ധിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെ വിശ്വാസമുണ്ടോ? കണ്ടോ, ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നുകളെ വിളിച്ച് സഹായം തേടാം എന്നൊരു പുതിയ മിസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് തെളിവാ ഇദ്ദേഹത്തിന്റെ അടുത്തുള്ളത്? നോക്കിക്കളി, SLRCന്റെ സംസ്ഥാന നേതാവാ. ആളുകൾ ഖുർആൻ പഠിക്കാന്നുള്ളൊക്കെ പണ്ടൊക്കെ SLRCയെ വല്ലാതെ സ്നേഹിച്ചിരുന്നു. സംസ്ഥാന നേതാക്കളൊക്കെ എന്റെ പരിപാടി സഹകരിച്ച് നമ്മളെ പള്ളി മദ്രസൊക്കെ ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചത്. ഇപ്പൊ ഈ കള്ളത്തരം കുതന്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി പച്ച കളവല്ലേ അദ്ദേഹം പറഞ്ഞത്? ഇതൊക്കെ കേട്ടിട്ട് അയസനിമാര് തുള്ളുന്നത്. അല്ലല്ലാത്തരെ വിളിച്ച് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നിനെ വിളിച്ച് സഹായം തേടാവുന്നൊരു കൂട്ടരത്തിൽ ഉണ്ട് എന്ന്
ഇതിന്റെ ഉള്ളിത്തോര് പറയാ കഴിഞ്ഞ കൊല്ലം വരെ മടവൂരികൾ പറഞ്ഞപ്പോ ആരും ശ്രദ്ധിച്ചില്ല, അമ്പലക്കടവും കൂട്ടം പറഞ്ഞപ്പോ ആരും ശ്രദ്ധിച്ചില്ല. അപ്പൊ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ഈ കോക്കസും സംഘടന പിടിച്ചെടുത്ത് സംഘടനയിലൂടെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുന്ന വിചാരിച്ചത്. എന്നാലേ അത് വിശ്വസിക്കുന്ന, അങ്ങനെ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്ന ഒരു കൂട്ടരല്ല മുജാഹിദുകള്. പ്രമാണുണ്ടോന്ന് നോക്കും. ഇപ്പൊ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവിക്ക് ഇവിടെ കുറെ ആൾ ഖുർആൻ പഠിപ്പിച്ചൊരു മനുഷ്യനാ. അയാൾ പോയി കോക്കസിന്റെ വലയില. അയാൾ പറയുന്ന കേട്ടോളി, റമദാനിൽ ക്ലാസ് എടുക്കാ കണ്ണൂര് ചേർന്നത് കേട്ടോളി. ലോകത്ത് ഇനി ആരോടും ആർക്കാൽ പാടില്ല, സഹായം തടാൻ പാടില്ല കേട്ടോ. ആരെങ്കിലും അഗീസൂനി അല്ലെങ്കിലോ ഐനൂനി എന്നൊക്കെ പറഞ്ഞു വന്നാൽ തഫ്സീറിലോ റസൂലുള്ളാഹിന്റെ തഫ്സീറിലോ വിശദീകരണത്തിലോ ഇവരോട് ജിന്നുകളോടോ ശൈത്താനോടോ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ നാളിതുവരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ ആളുകളൊക്കെ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. ഇബ്ലീസിനെയും ശൈത്താനെയും ശത്രുവായി കാണാത്തവരാണ്. അള്ളാനെ മാത്രം ആരാധിക്കാൻ അള്ളാഹ്ക്കെന്താ മരുഭൂമിയിൽ സഹായിക്കാൻ കഴിയില്ലേ? അള്ള കഴിഞ്ഞിപ്പോയോ? എന്താ അവർ വിചാരിച്ചതിനെ പറ്റി? അള്ള കഴിഞ്ഞോ? ക്ഷീണിച്ചോ? മരുഭൂമിയിലെത്തിയ ജിന്നിനോട് നേർക്കാൻ വരെ നാളിതുവരെ നെഞ്ചിൽ കൈവച്ച് പറയണം, അള്ളാന്റെ ശത്രുവാണവൻ, ദീനിന്റെ ശത്രുവാണവൻ. അവൻ തീരെ അള്ളാഹുമായി അടുത്തിട്ടില്ല ഇത്രയും കാലമായിട്ട് കേട്ടോ. ഈയാക്കനാബുന്ന് വഴി പടപൊരുതിയവരായി ഇരിക്കുന്ന നിങ്ങൾ ഇപ്പൊ നമ്മൾ പോയി പറയണമെന്ന് ജിന്നിനോട് ഒഴിഞ്ഞ സ്ഥലത്ത് താഴ്ക്കാൻ ആര് പറഞ്ഞു? ലൈഫായ ഹദീസായാലും അമൽ ചെയ്യാം. ആരെ പഠിപ്പിച്ചെന്നത്? ഏത് ശറയിലുള്ളത്? എവിടുന്നോ വന്നിട്ട് കുട്ടികൾ പറയാ എന്തിനും ആളെ കിട്ടും. അതാപ്പോഴത്തെ കാലവും, അതാ ഇവിടുത്തെ പ്രശ്നം. എന്തിനും ആളെ കിട്ടുപ്പോ, അതന്നെ ഇവിടുത്തെ പ്രശ്നം. ഉപരി പറഞ്ഞിട്ടില്ല നിങ്ങള്? മരുഭൂമിയിലെത്തിയ അല്ല കൊയങ്ങിയോ? അപ്പൊ മരുഭൂമിയിൽ ചെന്നാ ജിന്നിനെ വിളിക്കണം ആരൊക്കെയോ ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കുക. ഇതൊരു പുകമറയാണ്, ഇതൊരു കുപ്രചരണമാണ്, ഗീബൽസിന്റെ തന്ത്രം. ഒരു നുണ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും പറഞ്ഞ ആളുകൾ വിശ്വസിക്കും. KNMന്റെ സംസ്ഥാന കമ്മിറ്റിയുള്ള ഒരു വയനാട്ട് ജില്ലയിലെ ഒരാള്, ഞാനേറ്റവും വലിയ ബന്ധം, എന്റെ വീട്ടിലൊക്കെ എപ്പോഴും വന്നീ നാളെ ഞാൻ ചോദിച്ച്, അല്ല എന്താണ് ഇതൊക്കെ അങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സക്കരിയക്ക് അങ്ങനെ വാദല്ലേ? വാദണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് തരും. നിങ്ങളിന്റെ പ്രസംഗം ഒരുപാട് കേട്ടു, ഞാൻ പ്രസംഗിക്കണം നിങ്ങൾ കേട്ടണോ? ഞാൻ എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? പിന്നെ എന്താ ഈ പ്രചരണത്തിന്റെ അർത്ഥം? അപ്പൊ സംസ്ഥാന കമ്മിറ്റിയിലുള്ള ഒരാളുടെ അവസ്ഥ അതാണ്. അപ്പൊ ഞാൻ എന്തായി പ്രചരണത്തിന്റെ അർത്ഥം? ഞാൻ അങ്ങോട്ടാ ചോദിക്കുന്നത്. ഒരു തെളിവിന്റെ തുണ്ടം ഹാജരാക്കാൻ ഈ പ്രസംഗിച്ചവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എത്ര വിശദീകരണ യോഗം നടന്നു? സക്കരിയ സലാഹി അങ്ങനെ പ്രസംഗിച്ചു, അല്ലെങ്കിൽ ഇന്നാളങ്ങനെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് തെളിയിക്കാൻ ഒരു തെളിവിന്റെ തുണ്ടം ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. പച്ചക്കളവ് മത സ്റ്റേജിൽ കയറി നിന്ന് പറയാനുള്ള ചങ്കൂറ്റം എവിടുന്ന് കിട്ടിയില്ലേ? ഇത് പൈശാചികമാണ്. ഈ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് സുഹൃത്തുക്കളെ ഇത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിന് നിലനിൽപ്പില്ല. ഇനി കണ്ടോ, ഇതിപ്പോ ഈ വിശദീകരണവുമായിട്ട് ഇറങ്ങിയപ്പോ നമ്മൾ ഒരുപാട് സ്ഥലം, ഒരു കൊല്ലമായി ഇവരുണ്ടാക്കിയ ആശയക്കുഴപ്പം തീർക്കാൻ, മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ യഥാർത്ഥ നിജസ്ഥിതി വിവരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോ ഇതിന് ദുഷ്പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാള് കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഗത്യന്തരമില്ലാതെ ഉത്തരം മുട്ടിയപ്പോൾ ഇതാ സമ്മതിക്കുന്നു, സക്കരിയ സലാഹിക്ക് അങ്ങനെ വാദല്ല. കേട്ടോളി, മൗലവിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. സക്കരിയ സലാഹിക്ക് ജിന്നിനോട് എല്ലാ കാര്യങ്ങളിലും സഹായം തേടാം എന്ന വാദമുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. അഭൗതികമായ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ജിന്നെ എനിക്കൊരു സന്താനത്തെ തരണേ, ജിന്നെ എനിക്കൊരു കുട്ടിയെ തരണേ, ജിന്നെ എന്റെ രോഗം മാറ്റണേ, ജിന്നെ എന്നെ സ്വർഗത്തിലെത്തിക്കണേ എന്നിങ്ങനെ ജിന്നിനോട് പറയാം എന്ന വാദം സക്കരിയ സലാഹിക്കില്ല. എവിടെയെങ്കിലുമുള്ള ഏതെങ്കിലും ഒരു ജിന്നിനോട് ഭൗതികമായ കാര്യങ്ങളും തേടാം എന്ന വാദവും സക്കരിയ സലാഹിക്കില്ല. സക്കരിയ സലാഹിയുടെ അപകടകരമായ വാദം എന്താണ്? നമ്മുടെ മുമ്പിലുള്ള ഒരു ജിന്ന്, ആ ജിന്നിന് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ആ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നതാണ്. അവിടെ മുസ്ലിം ജിന്ന് എന്നുകൂടി ചിലപ്പോൾ കൂട്ടിച്ചേർക്കാറുണ്ട്. എങ്ങനെയുണ്ട്?
ഇതാ ഞങ്ങൾ പറയുന്നത്, അഹ്സനിമാരെ നിങ്ങൾ ഇത് കണ്ടിട്ട് കടുപ്പത്ത് വെള്ളം വെച്ച് കുത്തിരിക്കണ്ട, ഇത് തീരും. ഇത് സോപ്പ് കുമ്പളയാണ്. ഈ ഇഷ്യൂസ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ വിജയകരമായി മറികടക്കും. നേതൃത്വം കൊടുത്തവൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഇപ്പൊ കേട്ടില്ലേ? സെപ്റ്റംബർ 12 പറഞ്ഞതാണ് 3 ക്ലിപ്പും. ഏത്? ബഷീർ ഡോക്ടർ ക്ലിപ്പും അബ്ദുറഹ്മാൻ സലഫിന്റെ ക്ലിപ്പും ടീപ്പിന്റെ ക്ലിപ്പും. ഇത് ഒരേ മീറ്റിംഗിൽ ഇയാൾ ഇത് പറഞ്ഞ അന്നും ടി പി മറ്റേ വാർത്ത തന്നെ പറഞ്ഞത്. ഒരേ യോഗത്തിൽ ആദ്യം ടി പി അഹമ്മദ് അലി മദനി അലൈഹിസ്സലാഹു ബി കാഫിൻ നബ്ദഹു ഇയ്യാക നഅബ്ദു കോദി. അത് കഴിഞ്ഞിട്ട് ഹനീഫ പറയാണ് സക്കരിയ സലാഹിക്ക് പ്രാർത്ഥിക്കാന്ന് വാദല്ല, ജിന്നുകളോട് സഹായം തേടാന്ന് വാദല്ല, എവിടെയെങ്കിലും ഉള്ള ജിന്നിനോട് ഭൗതിക സഹായം തേടാന്നും വാദല്ല. പിന്നെ എന്താ എനിക്കുള്ള വാദം? തൊട്ടടുത്തുള്ള ജിന്നിനോട് എന്തെങ്കിലും ഭൗതിക സഹായം ചോദിച്ചാൽ അത് ശിർക്കല്ല, അതും ചോദിക്കാന്ന് വാദമുണ്ടോ? ഉണ്ടോ? നോക്കണം. അതും ചോദിക്കാന്ന് വാദമുണ്ടെന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ ശിർക്കല്ല. ഇങ്ങനെയുണ്ട്. പിന്നെ എന്താണ് അത് മൂപ്പര് പറഞ്ഞില്ല. ശിർക്കിലേക്കുള്ള വഴിയാണത്, അതുകൊണ്ടത് ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞാൽ എന്താ? ഉപേക്ഷിച്ചാൽ വളരെ കൂലിയുണ്ട്, ചെയ്താൽ ഭയങ്കര കുറ്റമാണത്. അങ്ങനത്തെ കാര്യമാണത്. അതാ ഞാൻ പറഞ്ഞപ്പോ അനുവദനീയ ഭൗതിക സഹായം ചോദിക്കാമെന്നോ കൈവിൽപ്പെട്ടത് ചോദിക്കാമെന്നോ വിജനസ്ഥത്ത് ചോദിക്കാമെന്നോ ജനസ്ഥത്ത് ഒരു വാദവും സക്കരിയ സലാഹിക്കില്ല. എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുജാഹിദ് കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചത്? തെരഞ്ഞെടുപ്പ് ഇഷ്യൂ ആയിട്ട് സുഹൃത്തുക്കളെ ഇത് നല്ലോണം മനസ്സിലാക്കിക്കോളിയും. 1924 ഉണ്ടായ കേരള ജമിയത്തുൽ ഉലമയിൽ നിന്ന് പോയവരുടെ ഒക്കെ അവസ്ഥ ഇതാണ്. അങ്ങനെ ഈ കുറച്ച് വ്യക്തികളും കൂടി നിന്ന് പോകാണ്ട് സലഫി മൻഹജ് അനുസരിച്ച് മുൻകാല സലഫി പണ്ഡിതന്മാർ പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പുതിയൊരു വാദമല്ല, ഒരു പുതിയ തൗഹീദും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് അഹ്സനിമാരെ നിങ്ങൾ വിചാരിക്കണ്ടോ ഇത് ശാശ്വതാണ്, ഇത് സോപ്പ് കുമ്പളകളാണ്, ഇത് മുജാഹിദ് പ്രസ്ഥാനം ധീരമായി മറികടക്കും, യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും. 24 ഉണ്ടാക്കിയ കേരള ജമിയത്തുൽ ഉലമയുടെ പേരെന്താണെന്നറിയോ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഉലമാ സംഘം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എങ്ങനെയാ പ്രമാണങ്ങളെ സമീപിച്ചത്, അവരെങ്ങനെയാ വിശ്വാസ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അതുപോലെ വിശ്വസിക്കണം, അതുപോലെ പ്രമാണങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതിൽ നിന്ന് ആരൊക്കെ വ്യതിചലിച്ചോ അവരൊക്കെ പുറത്തു പോകേണ്ടി വരും. അങ്ങനെ പുറത്തു പോകുന്ന ഉറപ്പായപ്പോഴാണ് കുതന്ത്രങ്ങൾ കാണിച്ച് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് അകത്തുള്ളവനെ പുറത്താക്കി. പുറത്തു കൊണ്ടുപോലകത്തും. അതാപ്പോഴത്തെ അവസ്ഥ. ഇൻഷാ അല്ലാഹ് അതിനൊന്നും ശാശ്വതമല്ലല്ലോ. KNM തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാലാകാലത്തേക്കൊന്നല്ലല്ലോ. ഇനിയിപ്പോ ഭരണഘടന ഭേദഗതി ചെയ്യും, ISM പിരിച്ചുവിടുന്നൊക്കെയാ പറയുന്നത്. എന്തെല്ലാം ഭീഷണികളാണെന്നറിയോ? കഴിഞ്ഞ ISM ഇപ്പൊ KNM ഏതാണ്ട് കയ്യിൽ ഒതുങ്ങിയെന്ന് കണ്ടപ്പോ അബ്ദുറഹ്മാൻ സലഫി ISM നേരെ തിരിഞ്ഞു. ഇക്കഴിഞ്ഞ ISM തെരഞ്ഞെടുപ്പ് കൗൺസിലൊക്കെ രൂപപ്പെട്ടപ്പോ KNM പിന്നെ പ്രതിനിധി ആരാ പോകേണ്ടത് സെക്രട്ടറിയുടെ ചർച്ച എന്നപ്പോ ഇയാൾ പറയാ ഞാനാണ് പോകും, ഞാനൊരു പാനലുണ്ട് അവതരിപ്പിക്കും, അതും സ്വീകരിച്ചതിനെ പിരിച്ചു വിട്ടിട്ടുണ്ട് പോരും അബ്ദുറഹ്മാൻ. അപ്പൊ മറ്റൊരു സെക്രട്ടറി വന്നത് ശരിയല്ലല്ലോ, ഭരണഘടനാനുസൃതം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റി അങ്ങനെ പിരിച്ചുവിടും, ഞാൻ അതിനോട് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് അത് പാളിപ്പോയി. എന്നിട്ട് ഇവര് പോയി, പ്രതിനിധികൾ പോയി, നൂർഷ അടക്കം പോയി. ഒരു പാനൽ വന്നു. എന്നിട്ട് നൂർഷ അങ്ങനെ ഇരിക്ക, ഇനി പാനലല്ലേ, ഇനി പാനലല്ലേ, പാനലല്ലേ, 15 മിനിറ്റ് പാനൽ വെച്ച് ആരും കൊടുത്തില്ല. വളരെ ഐക്യകണ്ഠൻ, ഒരു പ്രശ്നമല്ല. ISM വളരെ നല്ല നിലക്ക് ദഅവത്ത് രംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ കുഴപ്പമുണ്ടാക്കാം. ഇപ്പൊ കഴിഞ്ഞ കൗൺസില് ഇക്കഴിഞ്ഞ 30/9/2012 ഈ ജാമ്യയിൽ നടന്ന ഒരു ഗ്രൂപ്പ് മീറ്റിംഗ്. ആ ഗ്രൂപ്പ് മീറ്റിംഗില് ISM പൊളിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടന്നു. കിട്ടാവുന്നവരൊക്കെ വിളിച്ചു കൂട്ടി. എന്നിട്ട് ഇയാൾ ISM വമ്പിച്ച പ്രസംഗം നടത്തി. അപ്പൊ കൂടിയ മുരീദന്മാര് പറഞ്ഞ് അല്ല എന്നാണ് പിരിച്ചുവിട്ടൂടെ, പിരിച്ചുവിട്ടാ ഭയങ്കര എതിർപ്പുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? കൗൺസിലിൽ നിന്ന് തന്നെ ISM കൗൺസിലിൽ നിന്ന് പരാതി വരണം, എന്നാലേ KNM പിരിച്ചുവിടാൻ പറ്റുള്ളൂ. എന്നിട്ട് കൗൺസിലിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കൂട്ടരെ ചട്ടം കെട്ടി അയച്ച്. പക്ഷെ ISM നേതാക്കൾ വളരെ സംയമനം പാലിച്ചു. കാരണം ഈ വന്നവരെ ധരിപ്പിച്ചിട്ടുള്ള എന്താ, ISM നേതാക്കൾക്ക് ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നാ. ആമുഖ പ്രസംഗത്തിൽ തന്നെ ഭാരവാഹികളുടെ പ്രസംഗം കേട്ടപ്പോ ഇവർക്ക് മനസ്സിലായി അക്കടി പറ്റി. കുറച്ച് കഴിഞ്ഞു വീണ്ടും അവർ സംസാരിക്കാണ്. പ്രസംഗം കഴിഞ്ഞോട്ടെ, ഇനി ആമുഖ പ്രസംഗം കഴിഞ്ഞപ്പോ ചോദിക്കാണ്ട്, നിങ്ങൾ ഇരിക്കും, ചോദിക്കാൻ സമയം ഉണ്ടാവും, അപ്പൊ ചോദിക്കാം. അങ്ങനെ വളരെ നല്ല നിലക്ക് മാനേജ് ചെയ്ത് ബഹളം ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തത് ആരാന്നറിയോ? അബ്ദുൽ മജീദ് സലാഹി. ചട്ടം കെട്ടി വിട്ടതാ. പുതിയ ബിസ്മിന്റെ കൺവീനർ സ്ഥാനം അബ്ദുറഹ്മാൻ സലഫി കൊടുത്തുള്ളൂ. അപ്പൊ അതിനൊരു പ്രത്യുപകാരം ചെയ്യണ്ടേ? അങ്ങനെ മൂപ്പര് കുറച്ച് ഒരു ഗുണ്ടാ സ്റ്റൈലില് കുറച്ച് ആളുകളെ കൊണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കി. അവസാനം ISM നേതാക്കൾ വളരെ സംയമനം പാലിച്ചു. എല്ലാവരും കൗൺസിലർമാരൊക്കെ അവിടെ ഇരിക്കുകയും 6 ആളും മജീദും ബാക്കിയായി. എന്നിട്ടോ
കത്ത് കൊടുക്കണം എന്നറിഞ്ഞല്ലോ. അങ്ങനെ ഒരു കത്തൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് ആ കത്ത് കൊടുത്തു. അതിൽ 8 ആളാത്ര ഒപ്പിട്ടത്. മജീദിന്റെ ഒപ്പില്ലാന്നാ കേൾക്കണത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ISMന്റെ നേരെ ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ ചീറിയില്ലേ, ആ ചീറിയ സ്ഥലത്ത് വെച്ച് MSMന്റെ നേതാക്കളെ പേരെടുത്ത് വിമർശിച്ച് ഇയാൾ സംസാരിച്ചു. ബൈലക്സിൽ ലോകം മുഴുവൻ കേൾക്കല്ലത്. കാന്തപുരത്തിനാളെ വീട്ടിലിരുന്ന് കേൾക്കാം, ആയസനിക്ക് ആളെ വീട്ടിലിരുന്ന് കേൾക്കാം, പേരൂരിന് ആളെ വീട്ടിലിരുന്ന് കേൾക്കാം, ജമാഅത്ത് ഇസ്ലാമിന്റെ കാരക്കുന്നിന് ആളെ വീട്ടിലിരുന്ന് കേൾക്കാം. MSMന്റെ തെരഞ്ഞെടുക്കപ്പെട്ട MSMന്റെ പ്രസിഡന്റിനെയും സെക്രട്ടറിനെയും KNMന്റെ ഒരു സെക്രട്ടറി KNMന്റെ മാതൃസ്ഥാപനത്തിൽ വെച്ച് പരസ്യമായി എതിർക്കുക. ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിന് പരിചയമുള്ളതാണ്. ഈ ഒരു കോക്കസ് സുഹൃത്തുക്കളെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രസ്ഥാനത്ത് നിന്ന് ആരൊക്കെ കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നിട്ടുണ്ടോ അവർക്കൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? ഈ പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം എന്താ? അതാണ് നമ്മുടെ ആദർശം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിച്ച ആ പ്രാർത്ഥനയും ആ തൗഹീദും അതാണ് നമ്മൾ ഇതുവരെയും പഠിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയാവുന്നതും ആവാത്തതും നമ്മൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് ആയത്തുകൾ ഉദ്ധരിച്ച് ഹദീസുകൾ ഉദ്ധരിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ജാറങ്ങളെ പൂജിക്കുന്ന, മഹാന്മാരോട് പ്രാർത്ഥിക്കുന്ന, ഇസ്തിഗാസ എന്ന ഓമന പേരിട്ട് ശിർക്കിനെ ന്യായീകരിക്കുന്ന മുസ്ലിയാക്കന്മാര് പുതിയ പുതിയ ഇഷ്കാലുകൾ ഉണ്ടാക്കി. നിങ്ങൾ ഭാര്യയോട് കഞ്ഞി ചോദിക്കാറില്ലേ, അത് ശിർക്കാണോ? നിങ്ങൾ ഹോട്ടലിൽ പോയി ചായ തരുമെന്ന് പറയാറില്ലേ, അത് പ്രാർത്ഥനയാണോ? എല്ലാ വിളിയും ശിർക്കാണോ? അപ്പൊ നമ്മൾ വിശദീകരിക്കാൻ തുടങ്ങി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ആയത്തും ഹദീസും അവർക്ക് പറ്റുന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാര്യയോട് കഞ്ഞി ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല. ഡോക്ടറോട് പോയിട്ട് ഡോക്ടറെ എന്റെ രോഗം മാറ്റി തരണേന്ന് പറഞ്ഞാൽ ഡോക്ടർ പഠിച്ചിട്ടുള്ള വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ഡോക്ടർ പഠിച്ചിട്ടുള്ള മെഡിസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തോട് സഹായം ചോദിക്കുകയാണ് ശിർക്കല്ല. അയാളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു അഭൗതിക വിശ്വാസമല്ല. അഖ്സാഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അതൊരിക്കലും ഭാര്യയോട് കഞ്ഞി ചോദിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല. ഡോക്ടറോട് മരുന്ന് തരുമെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നില്ല. മുസ്ലിയാക്കന്മാർ എന്തൊക്കെ തെളിവ് കൊണ്ടെന്നു. പരലോകത്ത് മിസ്കിനെ വിചാരണ നടക്കാതിരിക്കുമ്പോ ആളുകൾ ആദം നബിയുടെ അടുത്ത് പോകും. ഇസ്തഗാസൂ ബി ആദം, ആദമിനോട് ഇസ്തിഗാസ നടത്തി. ആദം നബി പറഞ്ഞു, ഞാന് ആ മരത്തിന്റെ കനി തിന്ന കാര്യത്തിൽ ബേജാറാണ്, നിങ്ങൾ നൂഹ് നബിയുടെ അടുത്ത് പോയിക്കോളും. ഇസ്തഗാസൂ ബി നൂഹ്, കണ്ടോ വഹാബി, അവരൊക്കെ ഇസ്തിഗാസ നടത്തുകയാണ്. ആദം നബിയോട് ഇസ്തിഗാസ നടത്തി, നൂഹ് നബിയോട് നടത്തി, അവസാനം മുത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വരും. അപ്പൊ വഹാബി നീ എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു, മുസ്ലിയാരെ, നമ്മൾ തമ്മിൽ തർക്കല്ലല്ലോ പരലോകത്ത് മുഖാമുഖം കാണുമ്പോ സഹായം ചോദിക്കല്, അതല്ലല്ലോ നമ്മൾ തമ്മിലുള്ള തർക്കം. അത് പ്രാർത്ഥനയല്ല. മുഖാമുഖം നേരിൽ കാണുമ്പോ ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല. അതുപോലെ കൊട്ടപ്പുറത്തായി തോന്നി, വസ്സൽമൻ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിനാ, നിനക്ക് മുമ്പ് നാം അയച്ച റസൂലുകളോട് ചോദിക്കൂ. വഹാ ഇയാൾ ഓതി. മുസ്ലിയാക്കന്മാര് അതുപോലെ തന്നെ ഖൗമ്, യാ ഖൗമ് തക്ബീർ വിളിച്ചു. അല്ലാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഓതി ആയത്താ. എന്നിട്ട് എന്താ പറഞ്ഞത്? വഹാബി പറയുന്നു, പൂർവകാല നബിമാരോട് ചോദിച്ചാൽ അത് ശിർക്കാണെന്ന്. അള്ളാഹു പറയുന്നു, മുത്തുനബിയോട് ചോദിച്ചോ. അങ്ങനെ റസൂലുള്ളാഹിക്ക് ഇസ്രാഇന്റെ രാത്രി അതാ പൂർവകാല നബിമാര് റസൂലുള്ളാഹിന്റെ മുന്നിൽ ഹാജരാക്കി. റസൂലുള്ളാഹിനോട് അല്ലാഹു പറഞ്ഞു, ചോദിക്കും മുഹമ്മദേ, അജഅൽനാ മിൻ ദൂനിർ റഹ്മാനി ആലിഹതൻ യുഅബദൂൻ, ആരാധിക്കപ്പെടുന്ന വല്ല ഇലാഹുകളെയും അവർക്ക് നാം ഏർപ്പെടുത്തി കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചോ മുഹമ്മദേ. വഹാബി പറയുന്നത് എന്താ? മരിച്ച അമ്പിയാക്കളോട് ചോദിച്ചാൽ ശിർക്കാണ്. അപ്പൊ റസൂലുള്ളാഹി ശിർക്ക് ചെയ്തോ വഹാബി? ഇതിനൊക്കെ വ്യക്തമായി നമ്മൾ മറുപടി കൊടുത്തു. മുസ്ലിയാരെ, നേർക്കുനേരെ പൂർവ്വകാല നബിമാർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഹാജരാക്കി കൊടുത്തപ്പോ ചോദിച്ച കാര്യമാണ്. കൊട്ടപ്പുറത്തും ചെറിയ മുണ്ട മിത്രം കൂടി ചോദിച്ചു, മുസ്ലിയാരെ, നിങ്ങൾക്കൊരു മിഅ്റാജിന് ഓഫർ കിട്ടിയാൽ, അങ്ങനെ ആകാശ ലോകത്ത് വെച്ച് നിങ്ങൾക്ക് പൂർവ്വകാല നബിമാരെ മുമ്പിൽ ഹാജരാക്കി തന്നാൽ എന്തൊക്കെ നോയ് നബിയെ വർത്താനം? സുഖല്ലേ? 950 കൊല്ലം സഹിച്ചില്ലേ? വല്ലാത്തൊരു ക്ഷമയങ്ങൾ. അത് ശിർക്കല്ല. ആ ചോദ്യം തെറ്റല്ല. നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. ഇബ്നു അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു അടിമയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടും അടി നിർത്തുന്നില്ല. ഉടനെ അടിമ പറയുന്നു, അഊദു ബി റസൂലില്ലാഹ്. അപ്പോൾ അബൂ മസ്ഊദ് അടി നിർത്തി. പറയൂ വഹാബി, റസൂലിനെ വിളിച്ച് സഹായം തേടിയില്ലേ? അപ്പോൾ റസൂലിന് ആ അബൂ മസ്ഊദ് അടി നിർത്തിയില്ലേ? സംഗതി എന്താണെന്നറിയോ? അഊദു ബില്ലാഹ്, അഊദു ബില്ലാഹ് എന്ന് ഇയാൾ അടിക്കുന്ന ദേഷ്യം കൊണ്ട് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ ഇയാൾ അങ്ങോട്ട് തിരിഞ്ഞ് അടിക്കാൻ, ബാക്കിൽ കൂടി റസൂല് വരുന്നത് അടി കിട്ടുന്ന ആള് കണ്ടു. റസൂലിനെ കണ്ടപാട് അഊദു ബി റസൂലില്ലാന്ന് പറഞ്ഞു. അപ്പൊ റസൂല് മുമ്പിലെത്തി, കയ്യിന്ന് പടിയാണ് വീണ് പേടിച്ചിട്ട്. റസൂലിന് മുമ്പ് കണ്ടപ്പോ സഹാബി അടി നിർത്തി. മുസ്ലിയാരെ, അത് തർക്കമുള്ള കാര്യമല്ല. നേർക്ക് നേരെ മുമ്പിൽ കണ്ട റസൂലിനോട് രക്ഷിക്കണേന്ന് അടി കിട്ടുമ്പോ പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല.
ഇങ്ങനെ എത്രയെത്ര സ്ഥലങ്ങളിൽ നമ്മൾ വിശദീകരിച്ചു കൊടുത്തു. ഏതാണ് പ്രാർത്ഥനയാകുന്ന വിളി, ഏതാണ് പ്രാർത്ഥനയാകാത്ത വിളി എന്ന് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങളിലൂടെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. കാരണം ശിർക്ക് സ്ഥാപിക്കാൻ വേണ്ടി ആകുന്നതും അല്ലാത്തതും തമ്മിൽ കൂട്ടിക്കുഴച്ചു മുസ്ലിയാക്കന്മാർ. അങ്ങനെ മുസ്ലിയാക്കന്മാർ കൊണ്ടുവന്നൊരു ഹദീസാണ് യാ ഇബാദല്ലാഹ് അഗീസൂനി. അതൊരു സാധാരണ വിളിയാ. വിജനമായ മരുഭൂമിയിൽ നിങ്ങൾ വഴിതെറ്റി പോവുകയോ നിങ്ങളെ വാഹനമൃഗം നഷ്ടപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ അവിടെ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞോളൂ, യാ ഇബാദല്ലാഹ് അഗീസൂനി, അള്ളാഹുവിന്റെ അടിമകളെ എന്നെ സഹായിക്കണേ. അല്ലെങ്കിൽ യാ ഇബാദല്ലാഹ് യഹ്ബിസു അലയ്യ, അള്ളാഹിന്റെ അടിമകളെ എന്റെ മൃഗത്തെ പിടിച്ചു വെക്കണേ. അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹായം കിട്ടും. 2004 KK മുഹമ്മദ് സുല്ലമി എഴുതി, വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ നിങ്ങൾ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മടവൂരികൾ നമ്മളെ പേരിൽ ശിർക്ക് ആരോപിച്ചപ്പോ വാസ്തവത്തിൽ ഇപ്പൊ സംഭവിച്ചത് എന്താ? മടവൂരികൾ പറഞ്ഞിരുന്നത് ഇപ്പൊ ഇവര് പറയാൻ തുടങ്ങി. 2007 ഏപ്രിൽ മാസത്തിലെ ഇസ്ലാഹിൽ അബ്ദുൽ ജബ്ബാർ മൗലയുടെ ലേഖനം വന്നപ്പോ പിറ്റേന്ന് പറഞ്ഞു കരിമ്പലാക്കലും അബ്ദുസ്സലാം സുല്ലമി അലി മദനിയും അവിടുത്തെ മൂവർ സംഘം ഓല് പറഞ്ഞു ശിർക്ക്. എന്നിട്ട് എങ്ങനെ നാക്കിട്ടടിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇതാ KK മുഹമ്മദ് സുല്ലമി എഴുതിയിട്ടുണ്ടല്ലോ, അപ്പൊ KK ശിർക്ക് ചെയ്തോ? അപ്പൊ അലിമല്ലന്റെ വിശദീകരണം, അവിടെ ഉറക്കെ വിളിച്ചന്വേഷിക്കാൻ അള്ളാനെയാണ്. എന്താ അള്ളാഹ്ക്ക് ചുവട് വെക്കൂലേ? ഉറക്കെ വിളിച്ചന്വേഷിക്ക, ഉറക്കെ വിളിച്ചന്വേഷിച്ച അള്ള രക്ഷക്കെത്തുന്നല്ല, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പൊ ആരെയാ വിളിച്ചത്? യഥാർത്ഥത്തിൽ KK എഴുതിയത് ശിർക്കല്ല, KK ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാ. 80കളിൽ ചെറിയ മുണ്ടം എഴുതി. അപ്പൊ സുഹൃത്തുക്കളെ, ഈ ഒരു ഹദീസ് ദുർബലമാണ്. പക്ഷേ അതിലെന്തില്ല? അതിൽ ദുആ ഇല്ല. സ്വഹീഹാണെങ്കിൽ തന്നെയും പ്രാർത്ഥനയില്ല. 80കളിൽ ചെറിയ മുണ്ടം എഴുതി ശബാബില് ചോദ്യത്തിന് ഉത്തരമായി ഒരു മുസ്ലിയാരെ ചോദ്യത്താണ്, എന്ത് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഇത് തെളിവല്ലേ? അപ്പൊ പറഞ്ഞു കൊടുത്തു, ഒരിക്കലും അത് തെളിവല്ല. വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണെന്ന് പറയാൻ പറ്റില്ല. 80കളിൽ ശബാബിൽ വന്നു, KP ഉള്ള കാലം, ഉമർ മൗലവിയുള്ള കാലം, അവരാരും അതിൽ തെറ്റ് കണ്ടില്ല. 2002 മടവൂരികൾക്കെതിരെ നമ്മൾ ആദർശ വ്യതിയാനത്തിന് ഒരുപാട് തെളിവുകൾ നിരത്തിയപ്പോ അവർ ശിർക്കിലേക്ക് പോയി എന്നുള്ളതിന്റെ സ്ട്രോങ് തെളിവല്ലത്. നമ്മൾ എന്തേ പറയായിരുന്നത്? അത് ശിർക്കാണെന്ന് നമ്മൾ അതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായിരിക്കാം, പക്ഷെ KPയുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇത് ഒരു പുതിയ വിവാദം കൊണ്ടത്. അപ്പൊ സക്കരിയ സലാഹി ഒരു കള്ള ഹദീസും കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വെച്ചു. ഞാൻ ചർച്ചയ്ക്ക് വെച്ചതല്ല, 1100 കൊല്ലമായി മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലുള്ള ഹദീസ്. അത് ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബയുടെ മുസന്നഫ് നോക്ക്, അതിലുണ്ട്. അബൂ യഅലയുടെ മുസ്നദ് നോക്ക്, അതിലുണ്ട്. ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീർ നോക്ക്, അതിലുണ്ട്. ഇമാം ബൈഹഖിയുടെ അൽ-ആദാബ് നോക്ക്, അതിലുണ്ട്. അത്രയും കാലം, നൂറ്റാണ്ടുകളായി മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലുള്ളതാ. ഷിയാക്കളാണ് ആദ്യം ഇത് ഏറ്റുപിടിച്ച് മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവാക്കിയത്. പിന്നീട് സൂഫികൾ എന്ന് പറയുന്ന ഹുബൂരികൾ ഏറ്റെടുത്തു. നമ്മളെ നാട്ടിലെ ഹുബൂരികളും അത് ഏറ്റെടുത്തു. 2004 കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മണ്ണാർക്കാട് സംവാദത്തിൽ ഈ ഉള്ളവൻ പങ്കെടുത്തു. ആരാ അപ്പുറത്ത് വന്നത്? ഇപ്പോഴത്തെ ഈ വായാടി അഹ്സനിയെക്കാളും വലിയ രണ്ടാളുണ്ടായിരുന്നു. അലവി സഖാഫി കൊളത്തൂരും സുലൈമാൻ സഖാഫി മാളിയക്കലും സമദിയത്തുമായിട്ട് 200ഓളം മുഖാമുഖം നടത്തിയ ഡംബുമായിട്ടാ ഞങ്ങളെ മുമ്പിൽ വന്നിരുന്നത്. അല്ലേ? എന്താ സംഭവിച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മണ്ണാർക്കാട് സംവാദം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വമ്പിച്ച വിജയമായി അത് കലാശിച്ചു. പക്ഷെ ഞങ്ങൾ ഒരിക്കലും വിജയിക്കല്ല, ഓലാണ് ജയിക്കൽ എപ്പോഴും ഓല, അല്ലേ? തോറ്റിട്ടില്ല എന്ന് അവിടെ പ്രകടനം നടത്തി. അപ്പൊ ഏതൊരു കാക്കി വെച്ചു, ഇനി ആരെപ്പങ്ങൾ തോറ്റു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് വാദപ്രതിവാദം കഴിഞ്ഞ അന്ന് മുതൽക്കാണ് പ്രകടനം തുടങ്ങിയത്. സുഹൃത്തുക്കളെ, അന്ന് വരെ ചോദിച്ചു, യാ ഇബാദല്ലാഹ് അഗീസൂനി. എന്താ ഞാൻ കൊടുത്ത മറുപടി? കേട്ടോളി. ജംഇയ്യത്തുൽ ഉലമയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അന്ന് ഞാൻ കൊടുത്ത മറുപടി നിങ്ങളത് കേട്ടോളി. ൊന്നും ഇവിടെ നടക്കൂല. ഞങ്ങളുടെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇവിടെ 19 കൊല്ലമായി നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദൈവ വിശ്വാസികളായ മുസ്ലിം സമുദായത്തിൽ ശിർക്ക്, ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിച്ച് നേരത്തെയും ഉറൂസും മൗലിദും നടത്തി ഒരുപാട് ശിർക്ക് പ്രചരിപ്പിക്കുന്നു. അതിന് തെളിവുണ്ടാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോഴും മൂപ്പർക്ക് റസൂലുള്ളാഹിന്റെ സാന്നിധ്യത്തിൽ വെച്ച് സാധിച്ചത് പറയാൻ കഴിഞ്ഞിട്ടില്ല. പഴയത് ആവർത്തിച്ച് റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നിട്ട് ഒരു കണ്ണുപൊട്ടൻ പറയാണ്, യാ മുഹമ്മദ് ഇന്നി തവജ്ജഹ്തു ബിക,
മുമ്പിൽ നിൽക്കുന്ന നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, പ്രാർത്ഥിക്കാൻ നബിയോട് ആവശ്യപ്പെടുന്നു. നബി പ്രാർത്ഥിക്കുന്നു. അത് തർക്കമുള്ള വിഷയമല്ല, അത് തവസ്സുലാണ്. തവസ്സുലല്ല ഇവിടുത്തെ ചർച്ചാ വിഷയം. വ്യവസ്ഥ ഒന്ന് വായിച്ചു നോക്കണം. വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുണ്ട്, വ്യവസ്ഥയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രാർത്ഥനയുടെ പര്യായമായ സഹായം തേട്ടം, അല്ലാതെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട തവസ്സുല അവിടെ. ഹദീസുൽ വരിയിലുള്ളത് യാ മുഹമ്മദ് ഇന്നി തവജ്ജഹതു ബിക, മുന്നിലുള്ള നബിയോട് പറയുകയാണ്, നബിയെ നിങ്ങളെ കൊണ്ട് ഞാൻ മുന്നിടുന്നു. അപ്പൊ മുന്നിലുള്ള റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, അസാന്നിധ്യത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസാന്നിധ്യത്തിൽ വെച്ച് പറഞ്ഞത്. അതാണ് ഇവിടെ തെളിയിക്കേണ്ടത്. പിന്നെ യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് കൽപ്പനയുണ്ട്. അവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ, നമ്മുടെ രണ്ടാമത്തെ പ്രമാണം എഴുതുമ്പോ സഹീഹായ ഹദീസ് എന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ട്. അതെന്തിനാരിയോ? ഇതുപോലുള്ള ദുർബല ഹദീസുകൾ നിങ്ങളിവിടെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ്. ദുർബലമാണ് ഹദീസ്. അതിന്റെ ദുർബലത ഹദീസ് പണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും വസ്തു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടാൽ, ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഒഴിഞ്ഞ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായിക്കണം. അത് ഏതെങ്കിലും പ്രത്യേക ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയല്ല, തർക്കത്തിലുള്ള ഇസ്തിനാദയല്ല. ഒരു വിജനമായ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടാൽ നമ്മളെ വിളി കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉദ്ദേശത്തോടെ ഒരാൾ വിളിച്ചു പറയുന്നതാണ് ഇബാദല്ലാഹി അഗീസൂനി എന്ന്. വിളിച്ചു പറയുന്നത് ദൂരത്ത് മനുഷ്യരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ, അതല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള അദൃശ്യ ശക്തികളായ മലക്കുകളോ മുസ്ലിം ജിന്നുകളോ സഹായിക്കട്ടെ എന്നതാണ്. അതാണ് ഇവിടെ യഥാർത്ഥ തർക്കത്തുള്ള വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. നേരെ മറിച്ച് ആ സന്ദർഭത്തിൽ നിങ്ങൾ വൈദ്യുതിയെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നതാണെങ്കിലോ അത് ശിർക്കാണ്. അത് നിങ്ങളെ തെളിവ് കൊണ്ടല്ലേ. ഇത് ദുർബലമായ ഹദീസാണ്, സഹിഹായ ഹദീസാണ് തെളിവ് ധരിക്കേണ്ടത്. സഹി ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തെളിവില്ല, തർക്കത്തിരിക്കുന്ന വിഷയത്തിന് അതിൽ തെളിവില്ല. 2004 പ്രസംഗിച്ചതാ. അന്നേ യായിബാദുള്ള ഇവിടെ ചർച്ചയുണ്ട്. ആർക്ക് ചർച്ചയുണ്ട്? മുസ്ലിയാക്കന്മാർക്ക് ചർച്ചയുണ്ട്. 300 കൊല്ലമായി അവർ അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൈനി ദഹ്ലാനെ പോലെയുള്ള, അഹമ്മദ് ബാഷിയെ പോലെയുള്ള ഒരുപാട് ഖുറാഫികൾ ഈ ഹദീസ് തെളിവാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പഠിച്ചവരല്ലേ ഇവിടെയുള്ള ഖുറാഫികളും. അവരത് പ്രിപ്പയർ ചെയ്ത് വന്നു. സമദിയത്ത് വാദവുമായി അലവി സഖാഫി AP മുഹമ്മദ് മുസ്ലിയാർ എന്ന രണ്ടാം കാന്തവരായിരിക്കണേ. മൂപ്പരിങ്ങനെ ഇരുന്നിട്ട് പന്തം കണ്ട പെരിച്ചായി മരിങ്ങൾ കാണാ കാസറ്റ് കണ്ടറിയ ഞെട്ടിപ്പോയി അയാള്. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം എന്റെ അനുയായികളുടെ പ്രകടനം വലിയ വിജയമായി പ്രകടനം കാഴ്ചവെക്കുന്നു വിചാരിച്ച് വന്നതല്ലേ. ഒന്നും കിട്ടുന്നില്ല, സമദിയത്ത് തെളിയിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ മുമ്പില്. അപ്പൊ കണ്ട യാ ഇബാദല്ലാഹി അഗീസൂനി എന്ന് പറഞ്ഞപ്പോ ഞാനും എന്റെ സഹോദരൻ ഹനീഫുണ്ട് അവിടെ, മജീദ് സലാഹിന്റെ അവിടെ, അംസബാക്കവിന്റെ അവിടെ, താജുദ്ദീൻ സലാഹിന്റെ അവിടെ, എത്ര ഷാഫി സലാഹി ചെങ്കലീരിയുണ്ട്, ഫൈസൽ മുസ്ലിയാൻ ഒക്കെ ഉണ്ട്. നമ്മളെല്ലാരും ഉള്ള സ്ഥിതി ഞാൻ KJUവിന്റെ പ്രതിനിധിയായിട്ടാ സംസാരിച്ചത്. നിങ്ങൾ നോക്കൂ ആ മറുപടി. പിന്നെ അവര് മിണ്ടിയില്ല. സഹിഹാന്നൊക്കെ പറയുന്നൊക്കെ റിജാലുഹൂസിഖോന്നൊക്കെ പറഞ്ഞു നോക്കി. മുസ്ലിയാരെ റിജാല് സിക്കത്താത് ഹദീസ് സഹിയാകുമെന്ന് വെച്ചപ്പോ പിന്നെ മിണ്ടാട്ടല്ല, പിന്നൊന്നും സംസാരിച്ചില്ല. എന്നാ നിങ്ങൾ നോക്കൂ, ഇക്കഴിഞ്ഞ ജൂൺ 28 മൂവാറ്റുപുഴയിൽ യാ ഇബാദല്ലാഹ് ഉദ്ധരിച്ചപ്പോ അത് ശിർക്ക്